பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர். அது மட்டும் இல்லை, சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு இப்போ பிடிச்சிக்கிட்டு இருக்கிறாங்க. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருக்குச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒടുക്കം പവനായി ശവമായി. എന്തായിരുന്നു സി എം സാറേനോ? അങ്ങനെയൊന്നും അല്ലല്ലോ മുമ്പ് വിളിച്ചത്. സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊങ്ങണ. എത്ര പെട്ടെന്നാലും ഒരാളിങ്ങനെ ഹൈപ്പ് ചെയ്ത് ഇപ്പൊ എത്ര പെട്ടെന്നാലും ഒരാൾ ഡൗൺ ആയിപ്പോയത്. അത് തന്നെയാണ് പറയുന്നത്. ഈ ഇപ്പോഴത്തെ ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, ക്രിസ്ത്യൻ ബ്രദേഴ്സിനകത്ത് ഡയലോഗ് പറയുന്നുണ്ട്, എടവപ്പാതി മഴയത്ത് കിടന്ന് ഞാഞ്ഞോളൊന്നൊന്ന് കുളച്ചുവെന്ന് കരുതി മൂർഖമ്മാമിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കരുത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം സിനിമയിലൊക്കെ കിടന്ന് മാസ് ഡയലോഗ് അടിച്ച രീതിയിലൊക്കെ നടന്നിട്ട് പുള്ളി അത് റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കി. നടക്കണ കാര്യമാണോ? കാര്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ സിനിമയിലൊക്കെ ട്രോളെങ്കിലും രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ ട്രോളിങ്ങിൽ കണ്ടു. ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആണ്. പുള്ളിയുടെ എല്ലാ പടങ്ങളും ഫേവറേറ്റ് ആണ്. കാരണം നമ്മളെ കുട്ടിക്കാലത്ത് അതിന് സിനിമാ പാട്ടുകളാണെങ്കിലും ആ സ്റ്റൈലായാലും ഇടി സ്ഥിര സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് കണ്ടിരിക്കാനൊരു ബോറടി തോന്നാറുള്ളൂ. അത് ഇപ്പോഴും ഫേവറേറ്റ് ആണ്. പാട്ടുകളൊക്കെ എപ്പോഴും ഒന്നിനൊന്നും വെച്ച അടിപൊളി പാട്ടുകളും, മെലഡി ആയിക്കോട്ടെ, മെലഡിയൊക്കെ ഉള്ള അടിപൊളി പാട്ടുകൾ, അതൊക്കെ സൂപ്പറാണ്. പക്ഷേ എങ്ങനെയിരുന്നാലും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഈ വിജയ് എന്ന് പറയുന്നത്. അത് മറ്റു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയകാന്തിൻ്റെ ഒരു കേസ് ഒന്നുമില്ലായിരുന്നു. അത് ചെരുപ്പെറിഞ്ഞത് മരണത്തിന് മാത്രം അയാൾ വിജയ് വന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുപോലെ തന്നെ മറ്റേ ബദ്രിക്കകത്തൊരു ട്രെയിൻ ചെയ്ത ഒരാളുണ്ട്, അയാളിങ്ങനെ വയ്യാതെ അയാളും മരണപ്പെട്ടു പോയി. അയാൾ വിജയ് ഒന്നും അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കലയെങ്കിലും പരിചയപ്പെടുന്നവർ മനസ്സിലായി കഴിയുമ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വയ്യാതെ മരിച്ചു. പക്ഷെ എന്നാലും ഈ വിജയകാന്തിൻ്റെ കേസൊക്കെ വരേണ്ട ഒരുമിച്ച് വന്നവരാണ്. ഒരു നിമിഷം പോലും പോയി കണ്ടില്ല എന്നൊരു വിവാദമാണ്. നമുക്കറിയില്ല കാര്യമായിട്ടൊന്നും. എന്തിരുന്നാലും പുള്ളിക്ക് രാഷ്ട്രീയം ചെയ്യുന്ന ഏർപ്പാടായിട്ട് തോന്നുന്നു. കാരണം പുള്ളിയെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, സിനിമ പോലെയല്ലല്ലോ. അപ്പോൾ ശരിക്കും ഇദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം.